അരുൺ അഷി എന്ന ഒരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, കുട്ടിയെ നടകിടത്തുന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ എന്നാണ്. സാധാരണയായി ചോറൂണിന് വരുന്ന സമയത്ത് കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വരുന്ന സമയത്താണ് നടകിടത്തുക എന്നുള്ള ചടങ്ങ് നടത്താറ്. അടിമ കിടത്തുക, നടകിടത്തുക എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കുഞ്ഞിൻ്റെ ഭാവിയെ എല്ലാം ഗുരുവായൂരപ്പനിൽ സമർപ്പിക്കുക എന്നതാണ് ആ ചടങ്ങ്. ഇപ്പോൾ ചോറൂൺ നടക്കുന്ന ഹാളിൽ തന്നെയാണ് അത് ചെയ്യാറുള്ളത്. ആ ചോറൂൺ നടത്തുന്ന കോയ്മയുടെ അടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം അതിനുള്ള ഏർപ്പാട് ചെയ്യും. അവിടെ തന്നെ ഒരു തൊട്ടിലുണ്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ, വലിയൊരു തൊട്ടിൽ. ആ തൊട്ടിലിൽ നമ്മുടെ കുഞ്ഞിനെ കിടത്തി അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കാതെ പോയി കൂടെ വന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ഈ കോയ്മ ഈ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ കൊടുക്കും. ആ സമയത്ത് അദ്ദേഹത്തിന് ദക്ഷിണ വയ്ക്കുക. ഇതാണ് ആടിമകടത്തൽ എന്ന ചടങ്ങ് നടത്തുന്നത്. ഇനി ഇത് ചോറ് കൊടുക്കാൻ വരുന്ന കുഞ്ഞുങ്ങളല്ലാത്തവർക്ക് എങ്ങനെയാ ചെയ്യുക ചോദിച്ചാൽ, ചെറിയ കുട്ടിയാണെങ്കിൽ കൊടിമരത്തിൻ്റെ ചോടയുള്ള ഭണ്ണാരത്തിൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ ആയിട്ട് തിരക്ക് കുറഞ്ഞ സ്ഥലത്ത് അച്ഛനും അമ്മയും കൂടി കൊണ്ടുപോയി കുഞ്ഞിനെ കിടത്തി എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ഇതാ ഞാൻ എൻ്റെ ഉണ്ണികൃഷ്ണന് സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ നടക്കുക. കൂടെ വന്നിട്ടുള്ള ആരെങ്കിലും കുഞ്ഞിനെ എടുത്ത് അച്ഛനെയും അമ്മേനെയും ഏൽപ്പിക്കുമ്പോൾ നിങ്ങളൊരു തുക കണക്കാക്കി ഭണ്ണാരത്തിൽ നിക്ഷേപിക്കുക. ഇതാണ് കേട്ടോ അടിമകടത്തൽ എന്നുള്ള ചടങ്ങ്. അടിമകടത്തൽ നല്ല നടകിടത്തുക എന്ന് പറയുന്നതായിരിക്കില്ലേ കൂടുതൽ ഉത്തമം. നമ്മുടെ കുഞ്ഞിനെ ഗുരുവായൂരപ്പനെ ഏൽപ്പിക്കുക, അതാണ് ആ ചടങ്ങ് കേട്ടോ.